പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ഓഗസ്റ്റ് മാസം 20 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ആമേൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്തു നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ, കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അങ്ങ് ഉള്ളം കയ്യിൽ വരച്ചതിന് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞു തന്ന് കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് കാവലായി നിന്നതിന് സ്തോത്രം. രാത്രിയിലെ ഭയത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് അങ്ങ് രാത്രിയിൽ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കർത്താവേ, ഞാൻ ഉണർന്നത് അങ്ങയുടെ കൃപ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന പിതാവിനെ ആമേൻ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ച് ഞങ്ങളുടെ സകല വഴികളിലും ഞങ്ങളെ കാപ്പാൻ അങ്ങ് കൽപ്പിച്ചാക്കി കഴിഞ്ഞല്ലോ. അതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വശത്ത് 1000 വീണാലും ഞങ്ങളുടെ വലത്തുവശത്ത് 10,000 വീണാലും അതൊന്നും ഞങ്ങളോട് അടുത്തു വരുവാൻ അനുവദിക്കാതെ ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ആമേൻ സ്വർഗീയ സംരക്ഷണത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ കരുണയോർത്ത് സ്തോത്രം അപ്പാ. ഞങ്ങളുടെ അന്തരംഗങ്ങളെ അങ്ങ് നിർമ്മിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ആ കർത്താവെ അങ്ങ് ഞങ്ങളെ ആമേൻ മെടഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. ഭയങ്കരവും അതിശയവുമായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കാൻ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര അത്ഭുതകരമായിരിക്കുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം പിതാവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അബ്ബാ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അബ്ബാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അബ്ബാ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ അബ്ബേ, ഈ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. ഇന്നും കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കുവാൻ കർത്താവ് പ്രിവിലേജ് തന്നല്ലോ. അതിനായിട്ട് സ്തോത്രം അപ്പാ. അപ്പാ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ അപ്പാ അങ്ങയുടെ സന്ദർശനം ഉണ്ടാകണമേ. ഇന്ന് പ്രത്യേകിച്ച് കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ. അങ്ങുമായിട്ടൊരു ബന്ധം ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ബന്ധം, ആമേൻ, ആ ബന്ധത്തെ ഉറപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ശരീരം മുഴുവൻ ചൊറിഞ്ഞ് ആമേൻ 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 പൊട്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, അലർജിയാൽ ഭാരപ്പെടുന്നവർ, ആമേൻ എക്സീമിയ, അതുപോലെ തന്നെ സോറിയാസിസ് മുതലായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. പൂർണ്ണ ആരോഗ്യം ഇപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. പൂർണ്ണ സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, കണ്ണിനകത്ത് ഇൻഫെക്ഷനായിട്ട് ആമേൻ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം ആമേൻ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നവർ, ആമേൻ സൂര്യപ്രകാശത്തിൽ ഇറങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ കണ്ണിനകത്തുള്ള ബുദ്ധിമുട്ട് നസ്രനായ യേശുവിൻ നാമത്തിൽ ആമേൻ വിട്ടുമാറട്ടെ. സ്വസ്ഥത അനുഭവിക്കട്ടെ. അതുപോലെ കർത്താവെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഏത് തരത്തിലുള്ള അഡിക്ഷനുകളാലും ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനാസക്തിയാൽ, പുകവലിയാൽ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇന്ന് യേശുവിൻ നാമത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. അതിൻ്റെ ശക്തി അവരിൽ നിന്ന് വിട്ടുപോകാൻ, ആമേൻ, ആ അഡിക്ഷൻ്റെ പവർ യേശുവിൻ നാമത്തിൽ അവരിൽ നിന്ന് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു.
പൂർണ്ണമായിട്ട് അവർ സ്വതന്ത്രരാകട്ടെ, പൂർണ്ണമായിട്ട് അവർ സ്വതന്ത്രരാകട്ടെ. കർത്താവിൻ്റെ കരം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെ ആദരിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കണമേ. വലിയൊരു ഉണർവിന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെയാണ് നമ്മുടെ സഭായോഗം. ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ രാവിലെ ആരംഭിക്കും. പ്രാർത്ഥിക്കുക. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾക്ക് സാഹചര്യമുള്ളപ്പോഴൊക്കെ നാളത്തെ സഭായോഗത്തെ ഓർത്ത് സ്തോത്രം പറയുകയും പ്രാർത്ഥിക്കുകയും അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. മാത്രമല്ല, നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനം 139 അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നിയമിക്കപ്പെട്ട നാളുകളിൽ, ആമേൻ, ഹല്ലേലൂയ, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഭയങ്കര ആഴമേറിയൊരു ദൂതാണ് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ പറയുന്നത്, ഇവിടെ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ, പിണ്ഡമെന്ന് പറയുന്ന അമ്മയുടെ ഉദരത്തിൽ ഗർഭത്തിൽ രൂപം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന പൂർണ്ണ രൂപം കൈവരിക്കാത്ത ഭ്രൂണാവസ്ഥയാണ് ഈ പിണ്ഡമെന്ന് പറയുന്നത്. അതായത് നമ്മളെ ആരും കാണുന്നില്ല. സ്കാനൊക്കെ ചെയ്താൽ പറയും ഒരു ചെറിയ സാക്ക് കാണാൻ പറ്റുന്നു, ഒന്നും കൂടുതലൊന്നും ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. കാണാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മെ കണ്ടിരിക്കുന്നു. തിരുവഴുത്ത് നമ്മൾ വീണ്ടും പല ഭാഗങ്ങളിൽ നോക്കുമ്പോൾ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മളെ കണ്ടു. അപ്പം നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ അവൻ പിണ്ഡാകാരമായിരിക്കുമ്പോൾ, ഒരു ഷേപ്പ് ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മളെ കണ്ട ദൈവം, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കണ്ട ദൈവം, ആമേൻ, എത്ര അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് നമ്മൾ. കരമുയർത്തിയ എന്നെ അങ്ങ് കണ്ടതിനായി സ്തോത്രം. ഇവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ കർത്താവ് വെറുതെ ഇങ്ങനെ നോക്കി എന്നല്ല അതിൻ്റെ അർത്ഥം. ആമേൻ, ആമേൻ. കർത്താവ് എന്നെ അറിയുന്നു, കർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് പൂർണ്ണമായ അറിവുണ്ട്. കരമുയർത്തി ഒന്ന് പറഞ്ഞ്, കർത്താവ് എന്നെ അറിയുന്നു, കർത്താവ് എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് പൂർണ്ണമായ ബോധ്യമുണ്ട്. എന്താണ്? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. കരമുയർത്തി സ്തോത്രം പറ. എൻ്റെ ജീവിതത്തിൻ്റെ ദിവസങ്ങൾ അവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ എന്തായിത്തീരും, എങ്ങനായിത്തീരും, എവിടെയായിത്തീരും, ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്തിരിക്കുക? രേഖപ്പെടുത്തിയിരിക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? അതായത് ഒരു ആർക്കിടെക്റ്റ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കും. ആമേൻ, ഹല്ലേലൂയ. കെട്ടിടം പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഒരു സാധാരണ ഒരു നിലം കാണാം. അത് കഴിയുമ്പോൾ അവിടെ കുറച്ച് കുഴികളൊക്കെ കാണാം. അത് കഴിയുമ്പോൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ ഇറക്കിയിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു ഫൗണ്ടേഷൻ പൊങ്ങി വണ്ടികൾ കയറി ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഭിത്തി, ഒരു വാതിൽ, ഒരു ജനൽ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആർക്കിടെക്റ്റിൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൻ്റെ കയ്യിൽ അതിൻ്റെ പൂർണ്ണമായ ഒരു രൂപം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എല്ലാം അറിയത്തില്ലെങ്കിലും നമ്മുടെ ദൈവത്തിന് പൂർണ്ണമായിട്ട് അറിയാം. ഹല്ലേലൂയ. നാം ഇന്നെന്തായിരിക്കുന്നു, നാം നാളെ എന്തായിരിക്കണം, നമ്മൾ ഇവിടെ വരെ എത്തിച്ചേരണം എന്നുള്ളതെല്ലാം കർത്താവ് കണ്ടിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം, നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നല്ലതാണ്. വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ ഏറ്റവും ബെസ്റ്റാണ്, ഏറ്റവും ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും പരാജയമാണോ, അതൊരു അവസാനമായിട്ട് കാണരുത്, അത് താൽക്കാലികമാണ്. എന്തെങ്കിലും ഡിലേസ് നിങ്ങളുടെ ലൈഫിലുണ്ടോ, അതും അവസാനമല്ല. കണ്ണുനീർ അവസാനമല്ല, ഇപ്പോഴത്തെ അവസ്ഥയാണ് നിൻ്റെ ഭാവി എന്ന് കരുതരുത്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ശ്രേഷ്ഠമായ ഒരു ഭാവി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാ? ദൈവം എഴുതി വെച്ചതിനെ തിരിച്ചറിയുക, അത് കാണുക, അതിലൂടെ നടക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആർക്കിടെക്റ്റ് നല്ല ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, അതനുസരിച്ച് പണിയെടുക്കുക.
അതുപോലെ നമ്മളെക്കുറിച്ചുള്ള ദൈവം കണ്ടിരിക്കുന്ന ആ പദ്ധതിയിൽ പോവുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഉദ്ദേശവും എന്താണോ അങ്ങ് ആഗ്രഹിക്കുന്നത് അതെനിക്ക് കാണിച്ചു തരണം. ആമേൻ. ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ തുടരുക. ദൈവത്തോട് അടുത്ത് നടക്കുമ്പോഴാണ് അവൻ്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുസരിച്ച് നടക്കുക. കർത്താവ് എന്തു പറയുന്നു ആ വഴിയിലൂടെ പോകണം. അല്ലാതെ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാര്യമായി ശക്തമായ ഒരു ബന്ധമാണ്. ഒരു കാര്യം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു വലിയ നല്ല പദ്ധതിയാണ് ഉള്ളത്. ഏറ്റവും ബെസ്റ്റ് പ്ലാനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് ചേർന്ന് നടക്കണം. കർത്താവെ, ഞാനിപ്പം ഇതുവരെ വന്നതിൽ എൻ്റേതായ ഇഷ്ടപ്രകാരം ഞാൻ വന്ന് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കർത്താവെ, അങ്ങ് എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന ആ നല്ല പദ്ധതിയിൽ എത്തുവാൻ കർത്താവ് എന്നെ സഹായിക്കണം. പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അപ്പോഴേക്ക് ഞങ്ങളെക്കുറിച്ച് നല്ല പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾക്കറിയാം. അത് അനുഗ്രഹമാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ എന്തെങ്കിലും വഴിമാറി ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങേ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവെ, ഇന്ന് ആ പദ്ധതിയിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ രാജ്യം ഞങ്ങളോട് വളരട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതി, അശോഭനമായ പദ്ധതി എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർക്കൂടൊക്കെ അയച്ചു കൊടുക്കുക, അവർക്കും അനുഗ്രഹമാകട്ടെ. കാരണം ഉയർത്തി പറ, കർത്താവിൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. അടുത്ത ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.